പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ദിവസം കർത്തസന്നിൽ ചേർക്കപ്പെട്ട മംഗലത്തെ ബെയ്ച്ചാൻ്റെ ഭാര്യ ശോശാമ്മയെക്കുറിച്ചുള്ള ചില ഓർമ്മകളാണ് പങ്കുവയ്ക്കുന്നത്. എൻ്റെ നല്ല ചെറുപ്പം മുതൽ ഞാൻ ഏറ്റവും ആദരവോടെ വീക്ഷിച്ച, എന്നെ അധികം സ്വാധീനം ചെലുത്തിയ വ്യക്തികളിലൊന്നാണ് ശോശാമ്മ. താൻ ജോർജ് മാത്തൻ ഹോസ്പിറ്റൽ നേഴ്സായും മേട്രനായും ഒക്കെ ജോലി ചെയ്യുമ്പോൾ, എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണുവാൻ ആഗ്രഹിക്കുന്ന ശോശാമ്മയാണ്. അല്ല, ഞാൻ കണ്ടില്ലെങ്കിലും എന്നെ താൻ ആദ്യം കണ്ട് എന്തിനാണ് വന്നതെന്ന് പെട്ടെന്ന് ചോദിച്ച് ഒട്ടും താമസിപ്പിക്കാതെ ആ കാര്യം സാധിപ്പിക്കുക തൻ്റെ ഒരു ശീലം തന്നെയായിരുന്നു. മറ്റെല്ലാവരേക്കാളും ആദ്യം ആ കാര്യം ചെയ്യുവാൻ ശോശാമ്മ ഒരു തിടുക്കം കാണിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം താൻ മകൻ പ്രസാദിനോടൊപ്പം ഫിലഡൽഫിയയിലായിരുന്നു. ചില വർഷങ്ങളായി ഇവിടെ ആയിരുന്നപ്പോൾ ശോശാമ്മയെ ഒന്ന് കാണണം എന്നുള്ള വലിയ ആഗ്രഹം ചില ആഴ്ചകളായി, അല്ല മാസങ്ങളായി തന്നെ മനസ്സിൽ കൊണ്ട് നടന്നതിന് ഒരവസാനം വരുത്തിക്കൊണ്ട് ഓഗസ്റ്റ് മാസം 10 ശനിയാഴ്ച ഞാൻ ഫിലഡൽഫിയയിലെത്തി. എന്നാൽ ഞാൻ ചെല്ലുന്നതിന് 2 ദിവസം മുമ്പേ ശോശാമ്മ നാട്ടിലേക്ക് പോയി എന്നുള്ള വാർത്ത അല്പം വേദനയുളവാക്കി. എന്നാൽ അത് തൻ്റെ സ്വന്തം വീട്ടിലേക്കുള്ള വഴി കൂടെ ആയിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലായത്. പാട്ടുകാരൻ ഇങ്ങനെയാണല്ലോ പാടുന്നത്: കൂട് വിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ മുമ്പിലെത്തും, പാടിടുമേ ജയഗീതമേ ഞാൻ പാടുകൾ ഏറ്റവനായി. പ്രാപഞ്ചികമതും പ്രകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോട് കൂടെ എത്തുവാൻ പ്രാക്കൾ കണക്കെ പറക്കും നാമെന്ന് പ്രാപിക്കും രൂപാന്തരം. തൻ്റെ ജീവിതം അതിവേഗം പറന്ന് നിത്യതയിലേക്ക് പോയി എന്ന് പറയുന്നതിൽ ഒരതിശയോക്തിയുമില്ല. 8 ഫിലഡൽഫിയയിൽ നിന്നും പറന്നത് നാട്ടിലേക്കായിരുന്നെങ്കിൽ 25 താൻ വീണ്ടും ഫിലഡൽഫിയയിലേക്ക് പറക്കുകയാണെന്നാണ് എല്ലാവരും ചിന്തിച്ചതെങ്കിലും താൻ നിത്യതയിലേക്കായിരുന്നു പറന്നത്. കാരണം ആദ്യത്തെ ഫ്ലൈറ്റ് ഡൽഹിയിലെത്തുന്നതിന് മുമ്പ് തന്നെ താൻ നിത്യതയെ ലക്ഷ്യമാക്കി പറന്നുപോയി. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. 2 Corinthians 5:1. നാം എല്ലാവരും നമ്മുടെ ഈ ഭൗതിക കൂടാരം വിട്ട് നിത്യതയിലെ ശാശ്വത കൂടാരത്തിലേക്ക് പോകേണ്ടവരാണ്. ആ ഒരു ബോധ്യത്തോടെ, ആ ഒരു പ്രത്യാശയോടെ, ആ ഒരു താല്പര്യത്തോടെ ജീവിതം കഴിക്കുവാൻ സാധിച്ചാൽ ശോശാമ്മയുടെ ഒപ്പം നമുക്കും പറയുവാൻ പറ്റും, നമ്മുടെ ഈ കൂടാരവും അഴിയുന്നതാണല്ലോ, പൊളിയുന്നതാണല്ലോ, നശിക്കുന്നതാണല്ലോ. എന്നാൽ ആ നിത്യകൂടാരത്തിലെത്തുവാൻ ഒരു വലിയ താല്പര്യവും ആഗ്രഹവും അതിനുള്ള പ്രാർത്ഥനയും പ്രയത്നവും നടത്തിയാൽ, ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്ര ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കോണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ അനേക പ്രിയപ്പെട്ടവർ ദിവസങ്ങൾ ചേർക്കപ്പെട്ടു. പ്രത്യേകിച്ചും ശോശാമ്മയുടെ വേർപാട്
നമുക്കധികം അനേകം ആൾക്കാർക്ക് വലിയ വേദന ഉളവാക്കി. എന്നാൽ അതിൻ്റെ നടുവിലും സർവശക്തൻ തൻ്റെ ദിവ്യാശ്വാസം കൊണ്ട് എല്ലാവരെയും, പ്രത്യേകിച്ച് പ്രസാദനെയും കുടുംബത്തെയും പ്രഭയും കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ആശ്വസിപ്പിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.